99 ഒരു മെയ് മാസത്തിലായിരുന്നു കാർഗിൽ യുദ്ധത്തിന് ആരംഭം കുറിച്ചത്. 2 മാസവും 3 ആഴ്ചയും 2 ദിവസവും നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ വിജയം നമുക്ക് തന്നെ ആയിരുന്നുവെങ്കിലും 527 പേർ ഈ പോരാട്ടത്തിൽ കൊലപ്പെടുകയും 1363 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ഏപ്രിൽ മാസം 22-ാം തീയതി അവധിക്കാലത്ത് കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ 26 നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ പഹൽഗാമിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. മതം ചോദിച്ച് ഇസ്ലാം അല്ല എന്ന് ഉറപ്പ് വരുത്തി കൊല നടത്തിയ കുറെ രാക്ഷസന്മാർ ആ നല്ല ദിവസം ഇല്ലാതെയാക്കി. സംഭവം നടന്ന 2 ആഴ്ചകൾക്കിപ്പുറവും രാജ്യം അസ്വസ്ഥമാണ്. നമ്മൾ ഓരോരുത്തരും അസ്വസ്ഥരാണ്. തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് വധശിക്ഷ കൊടുക്കണം. അതുകൂടാതെ ഇവരെ പടച്ചുവിടുന്ന നേതാക്കന്മാർക്കും ചുട്ട മറുപടി കൊടുക്കണം. ഈ ലോകമെമ്പാടും ഒറ്റ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യ ഇതിന് എന്ത് മറുപടിയാണ് നൽകുക? 25 വർഷങ്ങൾക്കിപ്പുറം നിങ്ങൾ കാർഗിൽ യുദ്ധം പോലൊരു യുദ്ധമാണോ ആഗ്രഹിക്കേണ്ടത്? ആണവശക്തിയാണ്, അണുവായുധം പ്രയോഗിച്ചു കളയുമെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പാകിസ്ഥാൻ പറയുമ്പോഴും ഇന്ത്യ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിച്ചിട്ടില്ല. അതിന് കാരണം അത് ഭയന്നിട്ടോ പരിങ്ങിയതോ അല്ലായിരുന്നു, തന്ത്രമായിരുന്നു എന്ന് ഇന്ന് പുലർച്ചെ നടന്ന സർജിക്കൽ സ്ട്രൈക്കോടുകൂടി ലോകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് പുലർച്ചെ 1:30 നമ്മുടെ സൈന്യം പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ അടക്കം 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റിയതിനുള്ള ചുട്ട മറുപടി ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ ആർമിയുടെ ഈ ഓപ്പറേഷനിൽ പേടിച്ചു വരച്ചിട്ട് പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളും വ്യോമപാതകളും ഒക്കെ അടച്ചു എന്നാണ് ഞാനിപ്പോൾ ന്യൂസിൽ കണ്ടത്. നിങ്ങളെപ്പോലെ ഞാനും വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആക്രമണവും അതിനുള്ള മറുപടിയുമായി ഇനി പ്രത്യാക്രമണങ്ങളും അതുപോലെ തിരിച്ചടികളുമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഓരോ പ്രതികരണവും നമുക്കൊന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. വിസ സേവനങ്ങൾ നിർത്തിക്കൊണ്ടും പാകിസ്ഥാനിലെ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടും ചനാബ് നദിയിൽ 4 ഹൈഡ്രോ പ്രോജക്റ്റുകൾ അതിവേഗത്തിൽ നടപ്പാക്കിക്കൊണ്ടും ഇന്ത്യ വലിയൊരു ചുവട് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതികൾ നിരോധിച്ചു. പാകിസ്ഥാന്റെ വ്യോമയാന കമ്പനികൾക്ക് ഇന്ത്യയുടെ ആകാശ മേഖല ഉപയോഗിക്കാൻ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാൻ കായിക താരങ്ങളുമായിട്ടുള്ള എല്ലാ പരിപാടികളും റദ്ദാക്കി. പാകിസ്ഥാനിലെ 16 യൂട്യൂബ് ചാനലുകൾ സോഷ്യൽ മീഡിയയിൽ നിരോധിച്ചു. കശ്മീരിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. UN, US, IMF എന്നിവരുമായി ഡിപ്ലോമാറ്റിക് ഇടപെടലുകൾ നടത്തി. ഇന്ത്യയുടെ ഈ പ്രവർത്തികളെ ഒരു യുദ്ധ പ്രഖ്യാപനം എന്ന നിലയിലാണ് പാകിസ്ഥാൻ കാണുന്നത്. ഇവർ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധം ഇന്ത്യ തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധം ജയിക്കാനുള്ള ശേഷിയൊന്നും ഉറപ്പായിട്ടും അവർക്കില്ല. എന്നാൽ ലോകത്തിനു മുന്നിൽ തങ്ങൾ ഒരു ഇരയായതുപോലെ കാണിച്ചുകൊണ്ട് കശ്മീർ പ്രശ്നത്തെ വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കാനാണ് ഇവർ ശ്രമിക്കുക. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറുകയും ചെയ്യും. യുദ്ധം തുടങ്ങി വെക്കുന്നത് ഇന്ത്യയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് സിമ്പതി കിട്ടുകയും അതുപോലെ പാകിസ്ഥാനിൽ പുതിയ ഭീകര സംഘടനകൾ ഉണ്ടാവുകയും ചെയ്യും. പാകിസ്ഥാന് സാമ്പത്തികമായും വ്യാവസായികമായും കാർഷികമായും ഇന്ത്യ ഇപ്പോൾ കൊടുക്കുന്ന ഈ സമ്മർദ്ദമാണ് ശരിക്കുള്ള ശിക്ഷ. യുദ്ധം ചെയ്യാൻ തീരുമാനിക്കാൻ എളുപ്പമാണ്. വിജയം ഉറപ്പായി നമുക്ക് തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ വില ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ, 100 കണക്കിന് സാധാരണ പൗരന്മാരുടെ മരണം, സാമ്പത്തിക തകർച്ച. നമ്മുടെ ശക്തി നമ്മൾ തെളിയിക്കേണ്ടത് രക്തം ചൊരിഞ്ഞിട്ടല്ല. ഇത് എന്റെ അഭിപ്രായമാണ്. കാശ്മീരിനെ ഒരു ടൂറിസം ആൻഡ് ടെക് ഹബ്ബാക്കി ഉയർത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ നമ്മൾ കാട്ടണം പാകിസ്ഥാൻ ഭീകരതയുടെയും ഇന്ത്യ വികസനത്തിന്റെയും മാതൃകയാണെന്ന്. നമുക്ക് പ്രതികാരം വേണം. നമ്മുടെ സഹോദരങ്ങളെയും മുതിർന്നവരെയും ഒരു കാരണവും ഒരു പ്രകോപനവും കൂടാതെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയതിന് ഉറപ്പായും നമുക്ക് പ്രതികാരം വേണം. പക്ഷെ അത് തന്ത്രത്തോടെയും സംയമനത്തോടെയും ആയിരിക്കണം. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇപ്പോൾ കശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നില്ല. കശ്മീർ വീണ്ടും പഴയ അവസ്ഥയിലായി. എത്ര മനുഷ്യരുടെ വരുമാനവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ആ ക്രൂരന്മാർ ഇല്ലാതാക്കിയത്. टूरिस्ट हमारी शान है, टूरिस्ट हमारी शान है। गुनाहों का कत्लेआम बंद करो, बंद करो। First you give the heads water, drop of water, take a drop of water, sir, please. യുദ്ധം വേണമെന്നും തിരിച്ചടിക്കണമെന്നും കൊല്ലണമെന്നും വെടിവെക്കണമെന്നും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ഒരു ബോംബ് വീണാൽ മരിക്കുന്നത് ഭീകരന്മാരല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഞാൻ യുദ്ധത്തിനെതിരാണ്, എന്നാൽ ഭീകരരുടെ വധശിക്ഷയ്ക്കെതിരല്ല. നമ്മുടെ ഹൃദയം പൊട്ടുമ്പോഴും നമ്മുടെ വിവേകം നിലനിൽക്കണം. നമ്മുടെ സഹജീവികൾ കൊല ചെയ്യപ്പെട്ടതിന് മറുപടി ചോദിക്കാനായി അതിൽ ഇരട്ടി സഹജീവികളുടെ ജീവൻ ബലി കൊടുക്കുന്നത് എങ്ങനെയാണ് യുക്തിസഹമാകുന്നത്?
രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മോക്ക് ഡ്രില്ലുകൾ നടത്തും. കേരളത്തിലെ എല്ലാ അണക്കെട്ടുകൾക്കും കൂടുതൽ സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ സൈന്യം സർവ്വം സജ്ജമാണ്. കൂടുതൽ രക്തച്ചൊരിച്ചിലും കൂടുതൽ നാശനഷ്ടങ്ങളും ഇല്ലാതെ വിജയം നമുക്ക് തന്നെ വരട്ടെ. വീഡിയോ മുഴുവൻ കാണാതെ എന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജയ് ഹിന്ദ്.